ഹലോ, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ചക്കക്കുരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു തോരന് ഉണ്ടാക്കാൻ ഒരുവിധ ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ചക്കക്കുരു ഇതാ ഞാനിത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇത് കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിലല്ലാതെയും വേവിച്ചെടുക്കാം. ചക്കക്കുരുവിന് അത്യാവശ്യം വേവുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുപോലെ നല്ല കഴുകിയിട്ട് നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പം കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചധികം തന്നെ പച്ചമുളകും ചേർക്കുന്നുണ്ട്. അപ്പം പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, അതായത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഇനി വെള്ളം ഇത്തിരി കൂടിപ്പോയാൽ നമ്മളത് വറവ് ചെയ്യുന്ന സമയത്ത് നല്ലതായി വറ്റിച്ചെടുത്താൽ മതി. അപ്പം ചക്കക്കുരു മുങ്ങുന്ന രീതിയിലൊന്നും വേണ്ട, എന്നാൽ അത്യാവശ്യം അത് അടിപ്പിക്കാത്ത രീതിയിലുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുകയും വേണം. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ 4 വിസിലിന് ശേഷം നമ്മുടെ ചക്കക്കുരുവൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിടാനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിതിലിപ്പോൾ തേങ്ങയൊന്നും ചതച്ച് ചേർക്കുന്നില്ല. അപ്പോൾ തേങ്ങ ചേർക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ തേങ്ങയും കുറച്ച് ജീരകവും അതുപോലെ ചെറിയുള്ളി ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് അത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓയിലിൽ കടുകിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ആ വേവിച്ചെടുത്ത ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു ബാക്കിയുള്ള ആ ഒരു വെള്ളമൊക്കെ നമ്മളൊന്നങ്ങ് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചക്കക്കുരു തോരൻ കഴിക്കാൻ. അപ്പോൾ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ.